ചെന്നൈയും പഞ്ചാബുമാണെന്ന് നേർക്കുനേരെ വന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് പഞ്ചാബായിരുന്നു. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവരുടെ ഓപ്പണർ ഡെക്കിൽ പുറത്തായി. പിന്നീട് ശ്രേയസും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. സ്റ്റോയിനസ്, വധേര തുടങ്ങി ഒരുപാട് താരങ്ങൾ പെട്ടെന്ന് ഔട്ടായപ്പോൾ ഒരു ഭാഗത്ത് ശക്തിയായിട്ട് ആര്യ കളിച്ചിട്ടുണ്ടായിരുന്നു. വെറും 42 ബോളിൽ നിന്ന് 103 റൺസാണ് ആര്യ അടിച്ചു കൂട്ടിയത്. IPLന്റെ ചരിത്രം തന്നെ ആര്യ തിരുത്തി കുറിച്ചു. 9 സിക്സും 7 4ഉമാണ് ആര്യയുടെ ബാറ്റിൽ നിന്ന് ഇന്ന് പിറന്നത്. പിന്നീട് അവസാനം ശശാങ്ക് സിംഗ് ആണ് ഒന്ന് അടിച്ചു കളിച്ചത്. ജാൻസനും നല്ല സപ്പോർട്ട് ശശാങ്കിന് കൊടുത്തു. ഇതോടുകൂടി പഞ്ചാബിന് കൂറ്റൻ ടാർഗറ്റാണെന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസാണ് പഞ്ചാബ് അടിച്ചു കൂട്ടിയത്. CSK ശരിക്കും നാണം കെട്ടു. കാരണം പഞ്ചാബിന്റെ വലിയ ടാർഗറ്റ് ആയിരുന്നു. എങ്കിലും CSK രണ്ടും കൽപ്പിച്ച് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രവീന്ദ്രയും ഡെവൺ കോൺവേയുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. രണ്ടുപേരും കൂടി ടീമിനെ മുന്നോട്ട് നയിച്ചു. പിന്നീട് രവീന്ദ്ര ഔട്ടായപ്പോൾ ഋതുരാജാണ് ക്രീസിലെത്തിയത്. ആകെ കൂടി 1 റൺസ് മാത്രമേ ഋതുരാജ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഋതുരാജ് പെട്ടെന്ന് പോയപ്പോൾ CSK ആരാധകർ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം ഇമ്പയർ ആയിട്ട് ശിവൻ ദൂബെ കളത്തിലിറങ്ങി. ദൂബെ വന്നതും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ദൂബെയുടെ ബാറ്റിംഗ് CSK ടീമിന് കൂടുതൽ ആശ്വാസമായി. ദൂബെ കളിച്ചപ്പോഴാണ് CSK ടീമിന്റെ റൺസ് ഒന്ന് കൂടിയത്. എന്നാൽ ദൂബെക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. താരവും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. പിന്നീട് ധോണിയാണ് കളത്തിലെത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ ധോണി ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ധോണി ടെസ്റ്റ് പോലെയായിരുന്നു കഴിഞ്ഞ മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. പഞ്ചാബ് താരം ആര്യയുടെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.